ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസ് അരുണിമയെ തെളിവെടുപ്പിന് കൊടുന്ന ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ അരുണിമയുമായിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അത് കാണുമ്പോൾ അച്ചമ്മയ്ക്ക് ആകെ സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയാണ്. അപ്പോൾ അരുണിമയാണെങ്കിലോ പോകുന്ന സമയത്ത് തിരിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പൂജയെ വിട്ടു പോവാൻ തന്നെ അരുണിമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് വിഷമിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അരുണിമ പോകുന്നത്. പിന്നീട് അരുണിമ പോയി കഴിഞ്ഞ ശേഷം അച്ചമ്മ നേരെ ചെല്ലുന്നത് തന്നെ അർജുനും പൂജയും കനകേച്ചിയും മാധുരിയും മധുവാൻ്റെയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അച്ചമ്മ നേരെ ചെല്ലുന്നത് പൂജയുടെ അടുത്തേക്കാണ്. എന്നിട്ട് പൂജയോട് പറയും, നീ എന്ത് ദുർമന്ത്രവാദം ചെയ്തിട്ടാണടി എൻ്റെ മോളുടെ മനസ്സ് നീ ഇങ്ങനെ മാറ്റിയെടുത്തത്? നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ മോള് ഈ കുറ്റം ഏറ്റെടുത്തുള്ളതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നീ ഈ വീട്ടിലേക്ക് വന്നു കയറി അന്നു മുതൽ തുടങ്ങിയതാണ് ഇവിടെയുള്ള കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പൂജേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ പൂജയ്ക്ക് അത് കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാതെ പൂജയും പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് അഖിൽ സ്നേഹയുടെ വീട്ടിലിങ്ങനെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് സ്നേഹ വരികയാണ്. എന്നിട്ട് അഖിൽ, നീ എന്താ, നിനക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് പറയുമ്പോൾ, അല്ല ഇപ്പോൾ സ്നേഹ, ഞാൻ അവിടുത്തെ കാര്യമൊക്കെ ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിനക്ക് വിഷമമുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാ, നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആ വീട്ടിൽ നിന്നത് ഒരു തരത്തിലുള്ള സന്തോഷവും അനുഭവിക്കാതെയാണ്. ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞിരുന്ന ദിവസം സർക്കസിൽ കത്തിയെറിയുന്ന ആളുകളില്ലേ, അവരുടെ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീകളുടെ ആ ഒരു മാനസിക അവസ്ഥയിലാണ് ഞാൻ ആ വീട്ടിൽ നിന്നിരുന്നത് എന്നങ്ങ് പറയുമ്പോൾ അഖിലിനും അതൊരു വിഷമം പോലെ തന്നെ ആവണം കേട്ടോ.